നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +1 ഇക്കണോമിക്സ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും പഠിച്ചു പോകേണ്ട 8 മാർക്കിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുടെ വിവരണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് എന്നും എത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നിർബന്ധമായിട്ട് നിങ്ങളിത് പഠിക്കണം. 3 എസ്സേ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതായത് 31, 32, 33 ക്വസ്റ്റ്യൻ നമ്പറുകളിൽ 3 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് നമ്മൾ 2 എണ്ണം മാത്രം ചോയ്സ് ചെയ്ത് എഴുതിയാൽ മതി. ഏറ്റവും എളുപ്പത്തിൽ നന്നായിട്ട് അറിയാവുന്ന 2 ചോദ്യങ്ങൾ മാത്രമാണ് എഴുതേണ്ടത്. എല്ലാം കൂടെ എഴുതി കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യം വരുന്നില്ല. കൂൾ ഓഫ് ടൈമിൽ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം നോക്കാം. എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്ന് 3ാമത്തെ ചാപ്റ്റർ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ ചാപ്റ്ററിൽ എന്തായാലും ഒരു എസ്സേ ഉറപ്പാണ്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ന്യൂ എക്കോണമിക് പോളിസിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. Describe the new economy policy introduced in India in 1991. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ച് വിവരിക്കുക. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യം. ഈ ചോദ്യത്തെ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ പോളിസീസ് ഓഫ് 1991. അതായത് 1991 നയങ്ങളായ ഉദാരവൽക്കരണത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും പ്രത്യേകതകൾ വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് നിങ്ങൾ ഇത് മുഴുവനായിട്ട് പഠിക്കണം. ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും മുഴുവനായിട്ട് പഠിക്കണം. ഓരോ എന്താ പറയുക, നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളും, അല്ലെങ്കിൽ ലിബറലൈസേഷൻ ഏതൊക്കെ മേഖലകളിലാണ് നടപ്പിലാക്കിയത്, പ്രൈവറ്റൈസേഷൻ എന്തൊക്കെയാണ് ചെയ്തത്, ഗ്ലോബലൈസേഷൻ്റെ പ്രധാന ഘടകം ഏതാണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് 8 മാർക്കിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ചോദ്യം കണ്ണിങ് ആയിട്ട് പഠിച്ചോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക്സിലെ 2ാമത്തെ ഒരു എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ചോദ്യമാണ് 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന്, പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അവിടെ നമുക്കറിയാം അത് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം ആൻഡ് പോളിസീസ് ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും അത് ഒരു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുക. അതായത് വിമർശനാത്മകമായിട്ട് വിവരിക്കാൻ, അതായത് ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയ പദ്ധതികളും പരിപാടികളും വിമർശനാത്മകമായിട്ട് വിലയിരുത്തുക എന്നാണ് പറയുക. അപ്പോൾ അതിൽ ചിലപ്പോൾ ചോദ്യം ഘട്ടം ഘട്ടമായിട്ട് ചോദിക്കാം. അതായത് എന്താണ് ദാരിദ്ര്യം എന്ന് ചോദിക്കാം. അതായത് നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരും. അതായത് പോയിന്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാം. അപ്പോൾ ദാരിദ്ര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം കൊടുക്കുക. 2ാമത്തെ ചിലപ്പോൾ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ, കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ, അത് 2ാമത്തെ ചോദ്യമായിട്ട് വരാം. 3ാമത്തെ ചോദ്യം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളും പരിപാടികളും ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം 3ാമത്തെ ചോദ്യമായിട്ട്. അപ്പോൾ ഇത്രയും വിശാലമായ രീതിയിൽ ചോദിക്കാം. പിന്നെ 4ാമത്തെ വേണമെങ്കിൽ അതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അതിന് വിമർശനാത്മകമായിട്ടൊന്ന് വിവരിക്കാൻ വേണ്ടി പറയും. ഓക്കെ, അപ്പോൾ എന്തായാലും 4ാമത്തെ ചാപ്റ്ററിൽ ആ ചോദ്യം പഠിക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എസ്സേ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ചെയ്ത വീഡിയോകൾ വരെയുണ്ട്, പഴയതുണ്ട്, പുതിയതുണ്ട്. എടുത്ത് കാണാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് 6ാമത്തെ ചാപ്റ്ററാണ് നിങ്ങൾ നോക്കേണ്ടത്. 6ാമത്തെ ചാപ്റ്റർ റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. അതങ്ങനെ സ്ഥിരമായിട്ട് കാണാത്തൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള, ടീച്ചേഴ്സിന് ചോദിക്കുന്ന ആളുകൾക്ക് നല്ല ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് കൃഷിയുടെ വൈവിധ്യവൽക്കരണം എന്താണ്, ഏതൊക്കെ മേഖലകളിലാണ് അത് നടപ്പിലാക്കിയെന്ന് ചോദിക്കും. ഓക്കെ, 6ാമത്തെ ചാപ്റ്ററാണ് റൂറൽ ഡെവലപ്മെൻറ്റ്. നമ്മളത് കുറച്ച് മാത്രമേ പഠിക്കാറുള്ളൂ. അതായത് ഡൈവേഴ്സിഫിക്കേഷൻ എന്താണ്, ഏതൊക്കെ തരത്തിലാണ്, 3 ഫോംസ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്, അത് മാത്രമേ നമ്മൾ പഠിക്കാറുള്ളൂ. പക്ഷെ അത് നടപ്പിലാക്കിയത് ഏതൊക്കെ മേഖലകളിലാണ് എന്നുകൂടെ മനസ്സിലാക്കുക. അനിമൽ ഹസ്ബൻഡറി, അതുപോലെ തന്നെ ഫിഷറീസ്, അതുപോലെ ഹോർട്ടിക്കൾച്ചർ, ഈ 3 മേഖല കൂടി നമ്മൾ അതിലേക്ക് ഉൾപ്പെടുത്തി പഠിക്കുക. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയുടെ വൈവിധ്യവൽക്കരണം എന്താണ് എന്ന് പഠിക്കുക. കൃഷിയുടെ വൈവിധ്യവൽക്കരണം 3 തരത്തിലുണ്ട്
ഉണ്ടെന്ന് പഠിക്കുക. അത് നടപ്പിലാക്കിയ 3 മേഖലകൾ, അനിമൽ ഹസ്ബൻഡറി ഉണ്ട്. അനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലേ. അതുപോലെ തന്നെ ഫിഷറീസ്, മത്സ്യ കൃഷിയാണ്. അനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് സ്റ്റോക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ, പഴം പച്ചക്കറി കൃഷിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്തേണ്ടത്. അതും എസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ വന്നില്ലെങ്കിൽ 5 മാർക്കിലേക്ക് നമുക്ക് ഉറപ്പാണ്. ഓക്കെ, എസ് ചോദിച്ചില്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എസ് ചോദിച്ചില്ലെങ്കിൽ 5 മാർക്കിന് 100% ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം, എസ് എ ചോദ്യം വരുന്നത് 9ാമത്തെ ചാപ്റ്ററാണ്. 9ാമത്തെ ചാപ്റ്റർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട് അല്ലേ. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലേ. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പണ്ടേ ചോദ്യം ചോദിക്കുന്നതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രാറ്റജീസും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് മോഡലിൽ പരീക്ഷയ്ക്ക് ചോദ്യം വന്നിരുന്നു. വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? എന്താണ് സുസ്ഥിര വികസനം? What are the recommendations put forward by the environmental economists to maintain sustainable development? സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിന് വേണ്ടി പാരിസ്ഥിതിക സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? 3ാമതൊരു ചോദ്യം, ഡിസ്ക്രൈബ് ദ സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ്, സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ 3 ചോദ്യങ്ങളായിട്ടാണ് ആ ചോദ്യം നമുക്ക് മോഡലിൽ വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, 9ാമത്തെ ചാപ്റ്ററിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വീഡിയോ ചാനലിൽ ഉണ്ട്, അത് കാണാൻ മറക്കണ്ട. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് ഈ എൻവയോൺമെൻറ്റൽ എക്കണോമിക്സുകൾ നിർദ്ദേശം തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്കണോമിക്സിൻ്റെ ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻസ് തരാനുള്ളൂ. വളരെ കൃത്യമായിട്ട് നിങ്ങളത് പഠിക്കുക. ഇതിൽ നിന്ന് എന്തായാലും 2 ചോദ്യം ഉറപ്പാണ്. ഈ പറഞ്ഞ 4 ചോദ്യങ്ങളിൽ നിന്ന് 2 ചോദ്യം ഉറപ്പാണ്. ഇനി സ്റ്റാറ്റിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രമേ സ്റ്റാറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് പറയുന്നുള്ളൂ. ഒന്ന് ഇതാണ് 5ാമത്തെ നമ്മുടെ ചാപ്റ്ററിൽ 5ാമത്തെ ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കാൽക്കുലേറ്റ് മീൻ മീഡിയൻ മോഡ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാൽക്കുലേറ്റ് മീൻ മീഡിയൻ മോഡ്, അതായത് അതിൽ ഏതെങ്കിലും 2 ചോദിക്കുള്ളൂ. മീനോ മീഡിയനോ ചോദിക്കും, അല്ലെങ്കിൽ മീനോ മോഡോ ചോദിക്കും. അങ്ങനെ 2 ചോദിക്കുള്ളൂ. 3 കൂടെ ഒരുമിച്ച് ചെയ്യാനുണ്ടാവില്ല. അത് വലിയൊരു ക്വസ്റ്റ്യൻ ആയി പോകും. അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യമായിട്ട് എഴുതി പഠിക്കുക. അതിൽ ഈ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച 2ാമതൊരു ചോദ്യം, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ലോവർ ക്വാർട്ടൈൽ ഫ്രം ദ ഗിവൺ ഡാറ്റ എന്നാണ്. അവിടെ ഒരു ഡാറ്റ തന്നിട്ട് അവിടെ Q1 കാണാൻ പറഞ്ഞിരുന്നു. ലോവർ ക്വാർട്ടൈൽ, അതായത് താഴ്ന്ന ചതുർത്ഥകത്തിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി, മൂല്യം അളക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം പറഞ്ഞിട്ടുണ്ട്. Q1 കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം n+1/4 എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടാണ് സംഖ്യകൾ തന്നിട്ടുള്ളത്. നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാകും. Q1 കാണാൻ വേണ്ടി ഇൻഡിവിജ്വൽ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഓർഡർ ആക്കിയിട്ട് ഓർഡർ ആക്കി എഴുതണം. ഓക്കെ, എന്നിട്ടാണ് n+1/4 എന്ന് പറയുന്ന സമവാക്യം Q1 വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി Q3 കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. Q3 എന്ന് പറയുമ്പോൾ 3n+1/4 എന്നാണ്. അതും ഓർഡർ ആക്കിയിട്ട് തന്നെയാണ്, സംഖ്യകൾ ഓർഡർ ആക്കിയിട്ട് തന്നെയാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ Q1 ചോദിച്ച സ്ഥിതിക്ക് ഇനി പബ്ലിക്കിന് Q3 ചോദിക്കാൻ സാധ്യത ഇല്ലായൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും മീൻ മീഡിയൻ മോഡിനോട് കണക്ട് ചെയ്തിട്ടാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് നിങ്ങളത് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതാൻ നോക്കുക. ഇത്രയും ചോദ്യങ്ങൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടി ഞാൻ ഉൾപ്പെടുത്താം. അതായത് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, സ്റ്റാറ്റിയുടെ 4ാമത്തെ ചാപ്റ്റർ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയിൽ ഒജീവ് കാണാൻ വേണ്ടിയിട്ട് ലെസ് ദാൻ ഒജീവ്, മോർ ദാൻ ഒജീവ്, അല്ലെങ്കിൽ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി, മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി തയ്യാറാക്കിയിട്ട് അത് ഒജീവ് വരയ്ക്കുക. ഒജീവ് വരച്ചിട്ട് മീഡിയൻ അളന്ന് എഴുതുക എന്നുള്ളൊരു ചോദ്യവും പണ്ടൊക്കെ എസ്സേക്ക് വന്നതാണ്. പക്ഷെ അത് ഇനി സാധ്യത 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ്. എന്തായാലും അതും കൂടെ ഒന്ന് ഒപ്പം പഠിക്കുക. എസ്സേ വന്നില്ലെങ്കിലും 5 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ മക്കളെ, ഇത്രയും ചോദ്യങ്ങളാണ് എസ്സേ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളിത് കുറേ ഉണ്ടെന്ന് വിചാരിക്കേണ്ട. ആകെ 6 ക്വസ്റ്റ്യൻസേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നിന്ന് 3 ചോദ്യം, നമ്മൾ പറഞ്ഞിട്ടുള്ള 3 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് മാത്രമേ വരുള്ളൂ. അത് 100% ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ മക്കളെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നമ്മുടെ വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ, അതിനടുത്തുള്ള ബെല്ല് ഓൾ എന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.